മുനമ്പത്തെ പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് ആദ്യം പ്രസ്താവിച്ച നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചേരുന്നത്. ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്നത് മുനമ്പംകാർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത്. മുനമ്പം ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് അസന്നിഗ്ധമായി പലവട്ടം പ്രഖ്യാപിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ്. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു. കുറെ പേര് സോഷ്യൽ മീഡിയയിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഈ ദേവാലയ മുറ്റത്ത് നിന്ന് ഞാൻ പറയുന്നു 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. അത് 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നത്തിന് സർക്കാർ വിചാരിച്ചാൽ പരിഹാരമുണ്ടാകും എന്നും പലവട്ടം അദ്ദേഹം പറഞ്ഞതാണ്. നമസ്കാരം. രാഷ്ട്രീയ കേരളം വളരെയേറെ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുകയാണ്. മുനമ്പത്തെ പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് ആദ്യം പ്രസ്താവിച്ച നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചേരുന്നത്. അവർ ഈ ചർച്ചയിലേക്ക്, ഈ സംഭാഷണത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി മുനമ്പം വിഷയം പരിഹരിക്കാൻ ഒരുപാട് താല്പര്യമെടുത്ത ആളാണ്. അദ്ദേഹം 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാം എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ മന്ത്രിസഭ അല്ലെങ്കിൽ ഈ സർക്കാർ വരുന്ന സാഹചര്യത്തിൽ മുനമ്പം വിഷയം എങ്ങനെ നീതീകരിക്കപ്പെടും അല്ലെങ്കിൽ അതിന് പരിഹാരം കാണാനാവും എന്നാണ് അങ്ങ് വിലയിരുത്തുന്നത്? ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്നത് മുനമ്പംകാർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത്. കാരണം മുനമ്പം ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് അസന്നിഗ്ധമായി പലവട്ടം പ്രഖ്യാപിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ്. 4-5 തവണ മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞു. അതെ, 5 തവണ മാധ്യമങ്ങളോട്, ഒന്ന് അവിടെ വന്ന നാട്ടുകാരോട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തുമാത്രമല്ല, അദ്ദേഹം 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നത്തിന് സർക്കാർ വിചാരിച്ചാൽ പരിഹാരമുണ്ടാകും എന്നും പലവട്ടം അദ്ദേഹം പറഞ്ഞതാണ്. 10 മിനിറ്റ് കൊണ്ട് സൊല്യൂഷൻ എന്നുള്ളത് അന്ന് പലരും ചോദ്യം ഉന്നയിച്ചപ്പോൾ എങ്ങനെയാണ് എന്ന ചോദ്യം അന്ന് സോഷ്യൽ മീഡിയയിൽ ചോദ്യം ഉയർന്നു, മുഖ്യധാര മാധ്യമങ്ങളിലും ഈ ചോദ്യം ഉയർന്നു. അന്ന് അദ്ദേഹം അദ്ദേഹത്തിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള സൊല്യൂഷൻ വരെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വഖഫ് ബോർഡ് സർക്കാരിൻ്റെ വിങ്ങാണ്, അതൊരു സെക്കുലർ ബോഡിയാണ്. ആ ബോഡി, വഖഫ് ബോർഡ് തങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രസ്താവന അത് ശരിയല്ല, അത് ഭൂമി വഖഫ് അല്ല എന്ന് വഖഫ് ബോർഡ് സ്വയം അംഗീകരിച്ച് സർക്കാർ വഖഫ് ബോർഡിനെ കൊണ്ട് അത് അംഗീകരിപ്പിച്ച് അത് കോടതിയിൽ സർക്കാർ വഖഫ് ബോർഡ് പറയുക ചെയ്താൽ മാത്രം മതി, മുനമ്പത്തെ പ്രശ്നം തീരും എന്ന സൊല്യൂഷനാണ് അന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് മുനമ്പംകാർക്ക് ശ്രീ വി ഡി സതീശൻ കേരളത്തിൻ്റെ 24ാമത്തെ മന്ത്രിസഭയിൽ 13ാമത്തെ മുഖ്യമന്ത്രിയായി ചാർജ് എടുക്കുമ്പോൾ വലിയ സന്തോഷം മുനമ്പത്തെ ജനത്തിനുള്ളത്. അദ്ദേഹത്തിന് പ്രശ്നം എന്തെന്നറിയാം, സത്യം എന്തെന്നറിയാം, ഇത് വളരെ പെട്ടെന്ന് പരിഹരിക്കാമെന്നറിയാം, അതിനുള്ള മാർഗവും അദ്ദേഹത്തിന് അറിയാം. ഇതാണ് മുനമ്പംകാർക്ക് സന്തോഷമായിട്ടുള്ള കാര്യം. ഈ സുപ്രീം കോടതിയിൽ ഈ വിഷയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മുടെ സർക്കാരിന് തീരുമാനമെടുക്കുന്നതിൽ എന്തെങ്കിലും വിഘാതം സൃഷ്ടിക്കാൻ ചാൻസ് ഉണ്ട്? സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസ് അത് കമ്മീഷനെ ഏർപ്പെടുത്തിയല്ലേ, ജുഡീഷ്യൽ കമ്മീഷൻ, രാമേന്ദ്രൻ നായർ കമ്മീഷൻ വന്നു. ആ കമ്മീഷന് സാധുതയുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കേസാണ് ഹൈക്കോടതിയിൽ വഖഫ് സംരക്ഷണ വേദി ഉയർത്തിയത്. ഹൈക്കോടതി അത് സിംഗിൾ ബെഞ്ച് കമ്മീഷനെ നിരോധിച്ചു. അങ്ങനെ വന്നപ്പോഴാണ്, അസാധുവായി പ്രഖ്യാപിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ കേസിന് പോയത്. അങ്ങനെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു കമ്മീഷന് തുടരാം എന്ന് പറയുന്നതിനിടെ ഡിവിഷൻ ബെഞ്ച് നടത്തിയ ചില പരാമർശങ്ങൾ, ആ പരാമർശം
ഡോക്യുമെൻറ്റുകൾ പഠിച്ചിട്ട് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഇത് വഖഫ് അല്ല, ഇതൊരു ലാൻഡ് ഗ്രാബിങ്ങിനുള്ള ടാക്ടിക്സ് ആണ് എന്ന് പറഞ്ഞു. അതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ വഖഫ് സംരക്ഷണ വേദി പോയത്, അവിടെ SLP സമർപ്പിച്ചത്. അതിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ വന്നിരിക്കുന്നത്. കമ്മീഷന് പ്രവർത്തിക്കാം, പക്ഷേ ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ ആ പ്രസ്താവന അല്ലെങ്കിൽ ആ ജഡ്ജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നടത്താൻ പാടില്ല, അത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. അപ്പം അത് സത്യത്തിൽ അതൊരു വേറൊരു കേസാണ്, അതുമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം അത് കമ്മീഷൻ്റെ നിയമനമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് അതാണ്, അല്ലാതെ ജുഡീഷ്യൽ അല്ല. അന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ ഉത്തരവ് കൊണ്ട് മുൻപത്തെ വിഷയത്തിൽ എന്തെങ്കിലും മാറ്റമോ വ്യത്യാസങ്ങളോ കരമടക്കലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ആ സുപ്രീം കോടതിയിലെ വാദത്തിൽ തന്നെയാണ് പ്രശ്നമുള്ളത്. വിധി അല്ല, ഈ വഖഫ് അല്ല എന്നുള്ള പ്രസ്താവന വിധിയല്ല, അതായിരുന്നില്ല കേസ്, ഫ്രെയിം ചെയ്ത കേസ് അതായിരുന്നില്ല, അത് പരാമർശം മാത്രമാണ്. അത് പക്ഷെ വാലിഡ് പരാമർശമാണ്. ശ്രീ VD സതീശൻ പറഞ്ഞ വാസ്തവം ഇത് വഖഫ് അല്ല എന്നുള്ളത് ഇവിടുത്തെ ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു എന്നേ ഉള്ളൂ. ആ പരാമർശം നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് അല്ലേ? ബാക്കി അതിന് സ്റ്റേ കിട്ടിയിരിക്കുന്നത്. ഈ മുനമ്പൻ ജനതയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ സർക്കാരിന് എങ്ങനെയാവും? കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് റവന്യൂ അധികാരങ്ങൾ, അവർക്കുള്ള ഉടമസ്ഥതാവകാശം, ഇതൊക്കെ എങ്ങനെ പരിരക്ഷിക്കപ്പെടും? അതിനുള്ള പോംവഴികൾ എന്തെങ്കിലും നമ്മളുടെ മുന്നിലുണ്ടോ? അത് സർക്കാർ പുതിയ നമുക്ക് അനുഭവമായിട്ട് നിന്നാൽ അത് സർക്കാർ ശ്രീ VD സതീശൻ ആത്മാർത്ഥമായിട്ട് മുനമ്പൻകാരോട് കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞൊരു സൊല്യൂഷൻ വഖഫ് ബോർഡിനെ കൊണ്ട് പിൻവലിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ളത്. രണ്ട്, ഒരു വിഷയം ഇതിൽ റവന്യൂ ബോർഡ് കാണിച്ച തിടുക്കമാണ് പ്രശ്നം. റവന്യൂ ബോർഡ് വഖഫ് ബോർഡിൻ്റെ അടിസ്ഥാനമില്ലാത്തൊരു ഉത്തരവ് റവന്യൂ ബോർഡ് ശിരസാ വഹിച്ച് 5 വർഷമായിട്ട് അവർ അനീതിപരമായിട്ട് ആ ജനതയെ റവന്യൂ തടങ്കലിലാക്കി. തെറ്റുപറ്റിയിരിക്കുന്നത് റവന്യൂ ബോർഡിനും കൂടിയാണ്, റവന്യൂ വകുപ്പ് റവന്യൂ വകുപ്പ്. അപ്പോൾ സർക്കാരിൻ്റെ റവന്യൂ വകുപ്പ് തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ, വഖഫ് ബോർഡിന് ഒരു സംഗതി വഖഫായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണം, ചെയ്യണവർ. സെക്ഷൻ 4 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ? 1, അവിടെ താമസിക്കുന്നവർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് അവരെ കേൾക്കണം. 2, ഒരു സർവേയറെ കൊണ്ട് ഇത് മുഴുവൻ അളക്കുകയും കാര്യങ്ങൾ അതിരും കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്തുകയും ഒക്കെ വേണം. 3, ഗവൺമെൻറ്റിന് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ വിശദമായ റിപ്പോർട്ട് കൊടുക്കണം. അതാണ് വഖഫ് നിയമത്തിലെ തന്നെ സെക്ഷൻ 4. സെക്ഷൻ 5 സർക്കാരിൻ്റെ ഗസറ്റ് പബ്ലിക്കേഷൻ ഇത് നടത്തണം. അപ്പോൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്താലേ ഇത് വഖഫായിട്ട് മാറുന്നുള്ളൂ, വഖഫ് ബോർഡിന് കീഴിൽ വരുന്നുള്ളൂ, വഖഫ് ട്രൈബ്യൂണലിന് കീഴിൽ പോലും വരുന്നു. ഈ വിഷയം ട്രൈബ്യൂണലിന് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ പോലും ഈ നടപടിക്രമങ്ങൾ പാലിച്ചിരിക്കണം. അതുകൊണ്ടാണല്ലോ ട്രൈബ്യൂണൽ ഇപ്പോൾ ഈ 4 കാര്യങ്ങളുടെ ചോദ്യം വഖഫ് ബോർഡിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡ് ഒളിച്ചോടുകയല്ലേ? വഖഫ് ബോർഡ് ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെങ്കിൽ തെളിവ് കാണിക്കൂ എന്ന് വഖഫ് ട്രൈബ്യൂണലിൽ ചോദിക്കുമ്പോൾ വഖഫ് ബോർഡ് ഒളിച്ചോടുകയാണ്. എങ്ങനെയെങ്കിലും ഇത് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം മാത്രമാണ് വഖഫ് ബോർഡ്. അപ്പോൾ അതുകൊണ്ട് ശ്രീ VD സതീശൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെടുമെന്നും മുനമ്പൻകാരോട് അവർക്ക് അവരുടെ അവകാശങ്ങളെ, അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ അവർക്ക് അത് തിരികെ നൽകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വഖഫ് ബോർഡിൽ ഒരു മതേതര മുഖം നൽകാനായിട്ട് നമ്മുടെ ഒരു അമെൻമെൻറ്റ് വന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ സർക്കാർ നടപ്പാക്കാനായിട്ട് താല്പര്യം എടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ സർക്കാരാണെങ്കിലും കഴിഞ്ഞ സർക്കാർ വഖഫ് ബോർഡിലെ ആളുകളെ മാറുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് അതിലൊരു ഷഫ്ലിംഗ് വന്നിട്ടുണ്ട്, അതിൻ്റെ CEO ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ വിഷയം അതല്ല. അമെൻമെൻറ്റിൽ മുസ്ലിംസ് മാത്രമല്ല നോൺ മുസ്ലിംസിനോട് പ്ലേസ് ഉണ്ട്.
അവരെ ബോർഡ് മെമ്പേഴ്സായിട്ട് അവരെ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. ഇറ്റ്സ് എ സെക്കുലർ ബോഡി. ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ബോഡിയേ അല്ല. വലിയ അബദ്ധമാണ്, പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. റിലീജിയസ് ബോഡിയേ അല്ല, സെക്കുലർ ബോഡിയാണ്. ഭരണഘടനാ മൂല്യങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ബോഡി, ഒരു സർക്കാരിന്റെ ഗ്രാൻഡ് എയ്ഡ് വാങ്ങുന്ന ഒരു ബോഡി. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബോഡിക്ക് സെക്കുലർ നേച്ചർ ഇല്ല എങ്കിൽ ഈ മുനമ്പത്ത് സംഭവിച്ചതുപോലുള്ള അപകടങ്ങളുണ്ടാവും. ഒരു റിലീജിയസ് അധിനിവേശത്തിൻ്റെ മനസ്സുള്ള ആളുകൾ അതിൻ്റെ തലപ്പത്ത് കയറി ഇന്ന് ഭരണഘടനാ വിരുദ്ധമായി പൗരന്മാരുടെ അവകാശങ്ങളൊക്കെ തകർക്കാനും തട്ടിപ്പറിക്കാനും ഒക്കെ ഉള്ള അവസ്ഥ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അമെൻമെൻറ്റ് വളരെ ഭംഗിയായി, വളരെ ആവശ്യമായിരുന്നു. നമ്മുടെ നിയമസഭാ സാമാജികർക്കൊന്നും ഈ നിയമം പഠിക്കാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ 140 പേരും കൂടി അമെൻഡ് ചെയ്യരുത് എന്ന് പറഞ്ഞത്. അത് വലിയൊരു അബദ്ധമാണ്. അത് UDF ആയാലും LDF ആയാലും വലിയൊരു അബദ്ധമാണ് കാണിച്ചത്. കാരണം ഗൗരവമായിട്ട് പഠിച്ചു നോക്കൂ. അതിൽ പ്രത്യേകിച്ച് സെക്ഷൻ 40 വളരെ അപകടം പിടിച്ചൊരു സംഗതിയാണ്. ഇപ്പോൾ അമെൻമെൻറ്റിലൂടെ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നായിട്ട് വഖഫ് ബോർഡ് നിലകൊള്ളണം. അല്ലാതെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മുകളിൽ ഒരു മത നിയമത്തെ കൊണ്ട് വച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു അപകടമാണ്. ഈ സമുദായ സ്വാധീനമില്ലാത്ത ഒരു മുഖ്യമന്ത്രി എന്നൊരു വിവക്ഷ സാധാരണ മാധ്യമങ്ങൾ VD സതീശനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജനകീയ പ്രശ്നം അതിൻ്റേതായ മെറിറ്റോട് കൂടി കാണാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് അതിന് പ്രതീക്ഷയുണ്ടോ? അദ്ദേഹം മതേതരത്വത്തിന് വേണ്ടി വളരെ ശക്തമായിട്ട് പ്രസംഗിക്കുന്നയാളാണ്. വർഗീയതയ്ക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്നയാളാണ്. മുനമ്പത്തെ വിഷയം അതൊരു മത അധിനിവേശമാണെന്ന് വ്യക്തമായി ബോധമുള്ളയാളാണ്. അത് വഖഫ് എന്നുള്ള പേരിലാക്കിയത് ശരിയല്ല, അത് വഖഫേ അല്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്നയാളാണ്. അദ്ദേഹം അതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം മതേതരത്വ നിർബന്ധം മുനമ്പം വിഷയത്തിൽ പുലർത്തുമെന്നും ഭരണഘടനാ മൂല്യങ്ങൾക്കായി അദ്ദേഹം നിലകൊള്ളുമെന്നും അവർക്ക് എത്രയും വേഗം സ്വാതന്ത്ര്യം നൽകുമെന്നും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് ഒപ്പം തന്നെ ജനകീയ പ്രശ്നങ്ങളും ജനകീയ അവകാശങ്ങളും സംരക്ഷിക്കാൻ താല്പര്യമുള്ള ഒരു നേതൃനിര വന്നുവെന്ന് പ്രത്യാശിക്കാം. പ്രത്യേകിച്ചും മുനമ്പം വിഷയത്തിൽ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം. താങ്ക് യു.